അങ്ങാടിപ്പുറം പുത്തനങ്ങാടിയിൽ തെരുവുനായയുടെ കടിയേറ്റ് 5 കുഞ്ഞുങ്ങളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും MES മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഇതിൽ 3 മാസം പ്രായമായ കുട്ടിയെ MES മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 മണിയോടുകൂടിയാണ് സംഭവമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. 2 മുതിർന്നവരും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. പുത്തനങ്ങാടി LP സ്കൂളിന് പിൻവശത്തെ താമസിക്കുന്ന വീട്ടുമുറ്റത്ത് നിന്നാണ് ഇവർക്ക് കടിയേറ്റത്. തെരുവുനായയെ പിടികൂടാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നായയെ പുത്തനങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലെ പല ഭാഗങ്ങളിലൂടെയും രാത്രി വൈകിയും കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. ആദ്യം ഒരു പശുവിനെയാണ് ഈ നായ കടിച്ചിട്ടുള്ളത്. ഒരു കറുത്തൊരു പട്ടിയാണത്, കറുത്തൊരു നായയാണ്. അത് ആദ്യം കടിച്ചിട്ട് ഒരു ചെറിയ കുട്ടി, മറ്റൊരു കുട്ടിയെ കളിപ്പിക്കുന്ന സമയത്ത് പിഞ്ചു കുട്ടി എന്ന് പറഞ്ഞ ഒരു 2 മാസം അല്ലെങ്കിൽ 2 വയസ്സ് പ്രായമുള്ള കുട്ടിയെ തന്നെ കടിച്ചിട്ടുള്ളത്. അതിനെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു കുട്ടി ചെന്നപ്പോഴാണ് അതിൻ്റെ കയ്യിലും കടിച്ചിട്ട് അത് നേരെ നമ്മൾ പുത്തനങ്ങാടി മൈലാഞ്ചി വളവ് ഭാഗത്തോട്ട് അങ്ങനെ പുത്തനങ്ങാടി പമ്പിന്റെ ബാക്കിലോട്ടാണ് കിട്ടുന്നത്. പുത്തനങ്ങാടി സ്കൂളിന്റെ ബാക്കിലോട്ട് പോയി അവിടെയുള്ള ഒരു 3-4 പേരെ കടിച്ചു. അങ്ങനെ നമ്മുടെ പുത്തനങ്ങാടി കുറച്ചുകൂടി ബാക്കിലെ ക്വാർട്ടേഴ്സിന്റെ ഭാഗത്ത് ഒരു വലിയൊരു സ്ത്രീയെ കടിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ കുളമ്പ് ഭാഗത്ത് പോയിട്ട് അവിടെയും കടിയേറ്റിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കേട്ട റിസൾട്ട് എങ്ങനെ വെച്ചാൽ അതിപ്പോ മണ്ണുംകുളം ഭാഗത്തേക്ക് കടന്നിട്ടുണ്ടെന്നാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ അതിന് പിടിക്കാനൊരു സംവിധാനം പെട്ടെന്ന് നോക്കണം. അതല്ലെങ്കിൽ എല്ലാവരും എല്ലാവരും അവനവന്റെ ജീവൻ സംരക്ഷിക്കുന്ന രൂപത്തിൽ എല്ലാവരും ഭദ്രമായിട്ട് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് എന്നോട് പറയാനുള്ളത്. വളരെ ഡേഞ്ചർ ആയിട്ടൊരു കേസിലാണ്. ഇത്രയും ആളുകളെ തുടർന്ന് കടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടനവധി ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഈ മെസ്സേജ് എല്ലാവർക്കും എത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. Jam June Hypermarket, exceeding expectations.